പ്രഗ്നൻസി ടൈമിലൊക്കെ ഒരുപാട് ടൈം കിട്ടിയിരുന്നു വായിക്കാൻ. മോൻ വന്നതിന് ശേഷം അതിനുള്ള സമയം തീരെ കുറഞ്ഞു. പഴയ ശീലങ്ങളൊക്കെ ഒന്ന് പൊഴിതട്ടിയെടുക്കാം എന്ന് വിചാരിച്ച് കുറച്ച് പുസ്തകങ്ങൾ ഓർഡർ ചെയ്തിരുന്നു. കൂട്ടത്തിൽ ഏറ്റവും ചെറിയ ബുക്കിൽ തന്നെ ആദ്യം തുടങ്ങാം എന്ന് കരുതി. അങ്ങനെയാണ് ഞാൻ ഖദീജയിലേക്ക് എത്തിയത്. നസീഫ് കരയത്ത് 112 പേജുകളിൽ തീർത്ത മാജിക്കിന്റെ പേരാണ് ഖദീജ. സാഹിത്യത്തിന്റെ അതിപ്രസരമൊന്നും ഇല്ലാതെ ഏറ്റവും സിമ്പിളായി എല്ലാവർക്കും കണക്ട് ആവുന്ന തരത്തിൽ ജീവിതത്തിന്റെ എത്രയെത്ര കാര്യങ്ങളെയാണ് അദ്ദേഹം വരച്ചു കാട്ടുന്നത്. എത്ര ഭംഗിയായാണ് ഓരോ മനുഷ്യരും സ്നേഹിക്കുകയും സ്നേഹിക്കപ്പെടുകയും ചെയ്യുന്നത് എന്ന് അത്രമേൽ തോന്നിപ്പോകും ഈ ബുക്ക് വായിക്കുമ്പോൾ. നമ്മളിൽ പലരും പരസ്പരം പങ്കുവയ്ക്കാറുള്ള ആദ്യ പ്രണയത്തിന്റെ ജീവനുള്ള ഓർമ്മകളും അതിനുശേഷം ജീവിതത്തിലേക്ക് കടന്നു വന്ന പങ്കാളി എന്ന ജീവിത സത്യവും അതിമനോഹരമായി അദ്ദേഹം കുറിച്ചിട്ടിരിക്കുന്നു. കഥയുടെ തുടക്കത്തിൽ അബൂക്ക വന്നിരിക്കുന്ന ചായക്കട മുതൽ അവസാനത്തിലെ മൈലാഞ്ചി ചെടിയുടെ അടുത്ത് വരെ ഞാനും കൂടെ ഉണ്ടായിരുന്നു എന്ന് തോന്നും വിധമായിരുന്നു അദ്ദേഹത്തിന്റെ എഴുത്ത്. എത്ര തന്നെ ശ്രമിച്ചാലും കണ്ണീരോടെ അല്ലാതെ വായിച്ചു തീർക്കാൻ കഴിയില്ല ഈ ഖദീജയെ. നാം കടന്നുപോയ വഴികളും മുന്നിൽ കണ്ട ജീവിതങ്ങളും ഒക്കെ തന്നെ ഇതിലുണ്ട്. ഒരു പരിധിവരെ വായിക്കുന്നവരൊക്കെ തന്നെ ഈ ബുക്ക് ഇത്രത്തോളം ഇഷ്ടപ്പെട്ടതിന്റെ കാരണവും ഇത് തന്നെയാവാം. അവസാനത്തിൽ അബൂക്ക ഖദീജയോട് പറയുന്നുണ്ട്, ഞാൻ നിന്റെ മൈലാഞ്ചി ചെടിയിൽ നിന്ന് കുറച്ച് മൈലാഞ്ചി എടുക്കുന്നുണ്ട്, കുൽസുവിന് കയ്യിലിട്ട് കൊടുക്കാനാണ്. ഉമ്മാനെ കാണണമെന്ന് പറയുമ്പോൾ എനിക്ക് പറയാലോ, 2 കൈയും മൂക്കിനോട് അടുപ്പിച്ച് കണ്ണടച്ച് മടത്താൽ മതിയെന്ന്. ബുക്കയെ പോലെയോ ഖദീജയെ പോലെയോ പകരം വെക്കാൻ കഴിയാത്ത ഒരാൾ മാത്രം മതി ജീവിതം അത്രമേൽ സുന്ദരമാവാൻ.